തണ്ടർബോൾട്ടിന്റെ ട്രെയിലർ ഇറങ്ങിയതിനെ തുടർന്ന് തണ്ടർബോൾട്ട് എന്ന ഹെഡ്ലൈനിന്റെ കൂടെ ഒരു ആസ്റ്ററിക് ഉണ്ടായത് പുതിയ തിയറീസ് ഉണ്ടാവാൻ കാരണമായിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ എന്തുകൊണ്ടാണ് ആസ്റ്ററിക് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിന് മുന്നിലാണ്. മാത്രവുമല്ല, ഇപ്പോൾ പുതിയ തിയറീസും ഇതിനെപ്പറ്റി കടന്നു വരുന്നുണ്ട്. അതിലൊന്നാണ് ഡാർക്ക് അവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ആസ്റ്ററിക്സിന്റെ മീനിങ് എന്താണ് എന്നുള്ള കാര്യം ആക്ച്വലി ഈ ഫിലിം നിർമ്മിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അറിയുക. പക്ഷേ ഇപ്പോൾ ഡാർക്ക് അവഞ്ചേഴ്സായും അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് വാർ ഹൾക്കുമായൊക്കെ കണക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഡാർക്ക് അവഞ്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം വില്ലൻസ് ആണ്. അതിന് നമ്മുടെ ലീഡ് ചെയ്യുന്നത് നോർമൻ ഓസ്ബോണും. പക്ഷേ ഈ ആൻറ്റി ഹീറോസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഫിലിം എന്ത് അത്ര പ്രായോഗികമല്ല. മാത്രമല്ല, മറ്റൊരു തിയറി എന്ന് പറയുന്നത് ഈ തണ്ടർബോൾട്ട് വർക്ക് ചെയ്യുന്നത് ഹൈഡ്രയ്ക്കോ അല്ലെങ്കിൽ റൊക്സോണോ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഈ ഹൈഡ്ര അല്ലെങ്കിൽ റെക്സോൺ എന്ന് പറയുന്നത് സീക്രട്ട് അവഞ്ചേഴ്സ് എന്ന് അറിയപ്പെടുന്ന ടീമാണ്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടും ഒരുപാട് ട്വീറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആർക്കും ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒന്നും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആസ്റ്ററിക്സ് ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഈ തണ്ടർബോൾട്ടിന്റെ പാർട്ട് 1 ആകാനാണ് സാധ്യത. ഇതിന് ശേഷം പാർട്ട് 2 അങ്ങനെ കണ്ടിന്യൂവേഷൻ വരാനും സാധ്യതയുണ്ട്. ഈ പറഞ്ഞതിന് യാതൊരു സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഇല്ല, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി. അതാണ് ഞാൻ മെൻഷൻ ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് ഈ ആസ്റ്ററിക്സ് ഉപയോഗിച്ചതുകൊണ്ട് മാത്രം ഇപ്പോൾ ഒരുപാട് ഓഡിയൻസിന്റെ ശ്രദ്ധ അവർക്ക് പിടിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അറിയുന്നതിന് വേണ്ടി ഈ ഫിലിം കണ്ടേ പറ്റൂ. സോ ഓഡിയൻസ് എല്ലാവരും ഫിലിം ഇറങ്ങുമ്പോൾ കാണുന്നതിനായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ റവന്യൂ അവർക്ക് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.